നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ.പി. ജയരാജനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടി എടുക്കാത്തതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 2 അക്കത്തിൽ അധികം സീറ്റുകളിൽ ജയിക്കുമെന്ന വിലയിരുത്തലിലാണ്. കാസർഗോഡും വടകരയും കണ്ണൂരും കോഴിക്കോടും ആലത്തൂരും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും CPM ജയിക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ഇതിനൊപ്പം തൃശൂരിലും മാവേലിക്കരയിലും CPM ജയിക്കുമെന്നാണ് CPMന്റെ നിരീക്ഷണം. ഈ സാഹചര്യത്തിൽ ഇടത് കൺവീനറെ മാറ്റുന്നത് ശരിയല്ല എന്നായിരുന്നു നിഗമനം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വീണ്ടും ഫയൽ തുറക്കാൻ സാധ്യത ഏറെയാണ്. കൂടുതൽ സീറ്റുകൾ ജയിക്കുന്ന ഇടത് കൺവീനർക്കെതിരായ അച്ചടക്ക നടപടിക്ക് പ്രസക്തി ഇല്ല എന്നായിരുന്നു CPMന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. CPMൽ പൊട്ടിത്തെറിയുണ്ടാകുന്ന തീരുമാനം തൽക്കാലം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിരിക്കുന്നത്. ഇത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അംഗീകരിക്കുകയുണ്ടായി. ഇതോടെ EP വിഷയത്തിൽ പ്രശ്നപരിഹാരവുമായി. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഈ വിഷയം CPM കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാനും സാധ്യതയുണ്ട്. EP ഇനി പാർട്ടിയുടെ കർശന നിരീക്ഷണത്തിലാകും. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും EPയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാവുക. BJP നേതാവും ഇ.പി. ജയരാജനും കൂടിക്കാഴ്ച നടത്തിയതും ന്യായീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമാണ്. ഈ നിലയിലുള്ള പെരുമാറ്റവും നിലപാടുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്നും അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജയരാജനും നിർദ്ദേശം നൽകി. എന്നാൽ ഇ.പിക്കെതിരെ അച്ചടക്ക നടപടിയൊന്നും CPM കൈക്കൊണ്ടിട്ടുമില്ല. അച്ചടക്ക നടപടി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇ.പി യോഗത്തിന് എത്തിയത്. തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു. ഇതോടെ ഉപദേശത്തിലേക്ക് അച്ചടക്ക നടപടി ഒതുങ്ങുകയായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ തിരിച്ചറിഞ്ഞ പിണറായിയും ഇ.പിയെ കൈവിട്ടിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി വെടിയേറ്റ് വീണിട്ടും പതറാതെ മുന്നേറിയ സഖാവിനെ തൽക്കാലം പരസ്യമായി CPM സംസ്ഥാന നേതൃത്വം ഇനി തള്ളിപ്പറയില്ല. വിശ്വാസമില്ല എങ്കിൽ ഇടത് കൺവീനർ സ്ഥാനം ഒഴിയുമെന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ഇ.പി. ജയരാജൻ അറിയിച്ചത്. എന്നാൽ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിച്ചാൽ മതിയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട്. ഇതിനു പുറമെ ഒരു വിമർശനത്തിന് മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുതിർന്നില്ല. ഇതോടെ രാജിവെക്കണമെന്ന ജയരാജൻ നിർദ്ദേശം തള്ളുകയും ചെയ്തു. ജയരാജനെതിരെ സംഘടനാ നടപടിയെടുക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയുകയുമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ നടപടിയെടുക്കാൻ ആ ഘട്ടത്തിലേ കഴിയുകയുള്ളൂ. അവിടെ ഈ വിഷയം ആരെങ്കിലും ഉയർത്തിയാൽ അവിടെയും CPM സംസ്ഥാന നേതൃത്വം ഇ.പിയെ തന്നെ പിന്തുണയ്ക്കും. ഇ.പിയെ പ്രകോപിപ്പിക്കാതെ കൂടെ നിർത്താനുള്ള ചർച്ചകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുന്നത്.